അപ്പോൾ നമസ്കാരം. MSMന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എലിപ്സ് വരയ്ക്കുന്ന മറ്റൊരു മെത്തേഡായിട്ടാണ്. അപ്പോൾ ആ മെത്തേഡിൻ്റെ പേര് റെക്ടാങ്കുലർ മെത്തേഡ് എന്ന് പറയും. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡ്രോ ആൻ എലിപ്സ് ഗിവൺ ദ മേജർ ആക്സിസ് ആസ് 100 mm ആൻഡ് മൈനർ ആക്സിസ് ഈസ് 60 mm യൂസിങ് റെക്ടാങ്കുലർ മെത്തേഡ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് മേജർ ആക്സിസ് തന്നിട്ടുണ്ട് 100 mm തന്നിട്ടുണ്ട്, മൈനർ ആക്സിസ് 60 mm എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കേണ്ടത് റെക്ടാങ്കിളിന്റെ വശങ്ങളായിട്ടാണ് എടുക്കുക. അപ്പൊ രണ്ട് വശങ്ങൾ നമ്മൾ വരയ്ക്കുക. ഒന്നാമത്തെ വശത്തിന്റെ നീളം 100 mm രണ്ടാമത്തെ വശത്തിന്റെ നീളം 60. ഇങ്ങനെ നമ്മൾ റെക്ടാങ്കിൾ വരയ്ക്കുക. ഇങ്ങനെ റെക്ടാങ്കിൾ വരച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എലിപ്സ് ആണ്. അപ്പൊ എലിപ്സ് മാത്രമാണ് നമുക്ക് കണ്ടിന്യൂസ് തിക്കായിട്ട് വരയ്ക്കുന്നത്. ബാക്കി എല്ലാ ലൈനുകളും എന്തായിരിക്കണം? കണ്ടിന്യൂസ് തിന്നായിരിക്കണം. അപ്പൊ റെക്ടാങ്കിൾ വരച്ചു. റെക്ടാങ്കിളിന്റെ സൈഡുകൾക്ക് ഞാൻ ഇവിടെ പേര് കൊടുത്തു. ABCD എന്ന് പറഞ്ഞിട്ട് ഞാൻ നെയിമിങ് ചെയ്തു. D എന്ന് പറഞ്ഞിട്ട് നെയിമിങ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ സെന്ററുകൾ കണ്ടുപിടിക്കുക. അപ്പൊ ഈ വശം 100ന്റെ പകുതി നമ്മൾ 50 നമ്മൾ എന്ത് ചെയ്തു? പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇതിന് പാരലായിട്ട് സെന്റർ ലൈൻ വരയ്ക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വശത്തിന്റെ പകുതി കണ്ടുപിടിക്കുക. പകുതി 30 ആണ്. 30ൽ അടുത്ത സെന്റർ ലൈനും ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇതിനൊക്കെ നെയിമിങ് കൊടുക്കുകയാണ്. ഇങ്ങനെ നെയിമിങ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് DE എന്ന് പറയുന്ന ഈ ലൈൻ, ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. ഇതിനെ നമുക്ക് 4 തുല്യ ഭാഗങ്ങളാക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്തു? ഈ D എന്ന് പറയുന്ന ലൈനിൽ ഒരു ആംഗിൾ വരച്ചു. വരയ്ക്കുന്ന ആംഗിൾ ഇഷ്ടമുള്ള ആംഗിൾ ആവാം. ആംഗിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്യൂട്ട് ആംഗിൾ ആയാൽ മതി. ഇഷ്ടമുള്ള ആംഗിളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ആംഗിൾ ഇതേപോലെ വരച്ചു. ഇതിന് 1 സെന്റിമീറ്ററിന്റെ ഈക്വൽ ഡിവിഷനുകളായാൽ മതി. 1 സെന്റിമീറ്ററിന് 4 ഡിവിഷനുകൾ ഇവിടെ എടുത്തു. 4. പോയിന്റ് ഇവിടെ 4 പോയിന്റുകളുണ്ട്. 1, 2, 3, 4 ഇങ്ങനെ 4 പോയിന്റുകളുണ്ട്. ഈ 4ാമത്തെ പോയിന്റും ഇയും തമ്മിൽ കണക്ട് ചെയ്യാം. നമ്മുടെ സെറ്റ് സ്ക്വയറിന്റെ സ്കെയില് ഇതേപോലെ പാരലായിട്ട് വെച്ചിട്ട് നോബ് ടൈറ്റ് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 4 തുല്യ ഡിവിഷനുകൾ ഈ ലൈനുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ അളവുകൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ CGക്കും അതേപോലെ തന്നെ GB-ക്കും അതേപോലെ തന്നെ EB-ക്കും ഡിവൈഡ് ചെയ്യുക. ഒരു അളവ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ പിക്ക് ചെയ്യുക, കട്ട് ചെയ്യാം. ഇപ്പം ഇവിടെയും 4 തുല്യ ഭാഗങ്ങൾ എടുത്തു. അതേപോലെ തന്നെ അടിയിലും 4 തുല്യ ഭാഗങ്ങൾ എടുത്തു. ഇവിടെയും സെയിം 4 തുല്യ ഭാഗങ്ങൾ എടുത്തു. ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? നെയിമിങ് ചെയ്യാണ്. ഇവിടെ ഞാൻ 1', 2', 3' എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? 1', 2', 3' എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു. ഇനി അടിയിലും എന്ത് ചെയ്യുക? ഇവിടെ 1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 1, 2', 3' എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇവിടെയും ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഇവിടെയും 1', 2', 3' എന്ന് പറഞ്ഞിട്ട് ഇവിടെയും നെയിമിങ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഇത് സെൻറ്റർ O ആണ്. ഈ OEനെയാണ് നമുക്ക് 4 തുല്യ ഭാഗങ്ങളാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഉള്ളിൽ ലൈൻ വരാതിരിക്കാനായിട്ട് കുറെ ലൈനുകൾ വരുന്നതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ AFനെ 4 തുല്യ ഭാഗങ്ങളാക്കാണ്. 4 തുല്യ ഭാഗങ്ങളാക്കാനായിട്ട് ഇവിടെ എടുത്ത നമ്മൾ ഇവിടെ എന്താണോ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത് അതേ സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ഇവിടെ ഒരു ആംഗിൾ വരച്ചു. 4 ഈക്വൽ ഡിവിഷനുകൾ എടുത്തു. 4ാമത്തെ പോയിന്റും Fഉം തമ്മിൽ കണക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്താൽ ഇതിന് പാരലായിട്ട് ലൈനുകൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിവിഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും.
ഇതന്നെ നമുക്ക് എവിടേക്ക് പിക്ക് ചെയ്താൽ മതി. ഈ അളവ് എടുക്കുക, ഇവിടേക്ക് പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇവിടെ 4 തുല്യ ഭാഗങ്ങൾ കിട്ടി. ഇവിടെ നെയിമിങ് ചെയ്യുന്ന സമയത്ത് ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇവിടെ 3 ആണ്. അപ്പം ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ നെയിമിങ് ചെയ്യുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് തെറ്റാതിരിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരയ്ക്കുന്നത് ചിലപ്പോൾ തെറ്റുകൾ വരാം. ഇപ്പം ഇവിടെ എടുക്കുന്ന നെയിമിങ്ങുകളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക. ഇപ്പോൾ വണ്ണുകളെല്ലാം ഇവിടെ അടുപ്പിച്ച് വരുന്ന, ഇവിടെ കണ്ടോ ഒരേ അടുത്തടുത്താണ് വരുന്നത്. അപ്പം അതേപോലെ ചെയ്യുക. ഇവിടെയും എന്ത് ചെയ്യുക, സെയിം ഇവിടെയും ഡിവൈഡ് ചെയ്യാം. ഇവിടെയും 4 പോയിന്റുകൾ കിട്ടിയിട്ടുണ്ടാവും. 4ാമത്തെ പോയിന്റ് ആണ് ഈ 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയും നമ്മൾ നെയിമിങ് ചെയ്യാണ്. 3, 2, 1 എന്ന് പറഞ്ഞിട്ട് നെയിമിങ് ചെയ്തു. ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കണം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തത് എന്താണ്, ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള 100 mm-ന്റെയും 60 mm-ന്റെയും മേജർ ആക്സിസ് 100 mm ആണ്, 60 mm എന്ന് പറയുന്നത് മൈനർ ആക്സിസ് ആണ്. അപ്പൊ നമ്മൾ ചെയ്തത് എന്താണ്, ഈ 100 mm-ന്റെയും 60 mm-ന്റെയും സൈഡുകളായിട്ടുള്ള റെക്ടാങ്കിൾ നമ്മൾ വരച്ചു. രണ്ടാമത്തെ എന്താണ്, അതിന്റെ സെന്റർ കണ്ടുപിടിച്ചിട്ട് സെന്ററിൽ നിന്ന് ഒരു ലൈൻ വരച്ചു. എന്നിട്ട് ഈ ഒരു ഭാഗത്തിന് ഈ ഡി എന്ന് പറയുന്ന ഭാഗത്തിന് 4 തുല്യ ഭാഗങ്ങളാക്കി. ഈ 4 തുല്യ ഭാഗങ്ങൾ ഇവിടെ ഈ ഭാഗത്തിന് ഡിവൈഡ് ചെയ്തു. ഇനി സെന്റർ കണ്ട OE-ന് 4 തുല്യ ഭാഗങ്ങളാക്കി, അതിവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ OG-ന് 4 തുല്യ ഭാഗങ്ങളാക്കിയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് H എന്ന് പറയുന്ന ലൈൻ കണ്ടോ നിങ്ങൾ, H എന്ന് പറയുന്ന പോയിന്റ് കണ്ടില്ലേ, H എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 3-ലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലൈൻ ഇങ്ങനെ നീട്ടി വരയ്ക്കുക. അതേപോലെ തന്നെ H എന്ന് പറയുന്ന ലൈനിൽ നിന്ന് 2-ലോട്ട് ഒരു പോയിന്റ് നീട്ടി വരയ്ക്കുക. H എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 1-ലോട്ടും ഒരു ലൈൻ നീട്ടി വരയ്ക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, H എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇവിടുത്തെ 1-ലോട്ടും 2-ലോട്ടും ലൈനുകൾ ഇങ്ങനെ 2- കണ്ട 3-ലോട്ടും ഇതേപോലെ ലൈനുകൾ നീട്ടി വരയ്ക്കുക. അതേപോലെ തന്നെ F-ന്ന് ഇവിടുത്തെ 1-ഉം 2-ഉം 3-ഉം അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഇവിടുത്തെ F-ന്ന് 1-, 2-, 3-ലോട്ട് മുകളിൽ ചെയ്ത പോലെ തന്നെ അടിയിലും ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. ഇത്രയും കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, F-ന്ന് ഇവിടുത്തെ F എന്ന് പറയുന്ന പോയിന്റിന്ന് 1 എന്ന് പറയുന്ന ഈ സെൻട്രലത്തെ 1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന രീതിയിൽ 1-ലോട്ട് ഒരു ലൈൻ നീട്ടി വരയ്ക്കുക. F എന്ന് പറയുന്ന പോയിന്റിന്ന് 1-ന്ന് 1-ലോട്ട് കടന്നു പോകുന്ന രീതിയിൽ ഒരു പോയിന്റ് വരയ്ക്കുക. ഇത് പോയിന്റ് ആണ്. അപ്പൊ ആ പോയിന്റ് 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി F-ന്ന് 2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് കടന്നു പോകുന്ന രീതിയിൽ 2-ലോട്ട് ഒരു പോയിന്റ് വരയ്ക്കുക. ഇത് അടുത്ത പോയിന്റ് 2 ആണ്. പോയിന്റ് 2 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. ഇവിടുന്ന് F-ന്ന് 3 കൂടെ കടന്നു പോകുന്ന രീതിയിൽ 3-ലോട്ട് ഒരു ലൈൻ നീട്ടി വരച്ചു. ഇത് പോയിന്റ് 3 ആണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ സൈഡിലും F-ന്ന് കണ്ടോ 3 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന രീതിയിൽ 3-ലോട്ട് ഒരു ലൈൻ മുകളിലോട്ട് നീട്ടി വരച്ചു. ഇത് പോയിന്റ് 3 തന്നെ മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, F-ന്ന് പോയിന്റ് 2 കൂടെ കടന്നു പോകുന്ന രീതിയിൽ 2-ലോട്ട് ലൈൻ നീട്ടി വരച്ചു. ഇത് പോയിന്റ് 2 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്തു, F-ന്ന് 1 കൂടെ കടന്നു പോകുന്ന രീതിയിൽ 1-ലോട്ട് ലൈൻ ഇതേപോലെ നീട്ടി വരച്ചു. ഇത് പോയിന്റ് 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് H എന്ന് പറയുന്ന പോയിന്റിന് ഇവിടെ അടി ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ മുകളിൽ ചെയ്യുക. H എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇവിടുത്തെ 1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന രീതിയിൽ 1-ലോട്ട് ഒരു ലൈൻ നീട്ടി വരയ്ക്കാം. ഇത് പോയിന്റ് 1. അടുത്ത H എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 2 കൂടെ കടന്നു പോകുന്ന രീതിയിൽ 2-ലോട്ട് ലൈൻ നീട്ടി വരയ്ക്കുക. ഇത് പോയിന്റ് 2. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, H എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 3 കൂടെ കടന്നു പോകുന്ന രീതിയിൽ 3- എന്ന് പറയുന്ന ലൈനിൽ ഒരു ലൈൻ നീട്ടി വരയ്ക്കുക. ഇത് പോയിന്റ് 3 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ചെയ്ത പോലെ തന്നെ സെയിം സ്റ്റെപ്പ് തന്നെ ഇവിടെ ചെയ്യുക. H-ന്ന് 3 കൂടെ കടന്നു പോകുന്ന രീതിയിൽ 3- എന്ന് പറയുന്ന ലൈനിൽ ഒരു ലൈൻ നീട്ടി വരയ്ക്കുക. അത് പോയിന്റ് 3 എന്ന് പറയുന്ന പോയിന്റ് ആണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്, H-ന്ന് 2 കൂടെ കടന്നു പോകുന്ന രീതിയിൽ 2-
പോയിന്റ് കണ്ട, ഇത് പോയിന്റ് 2. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, എച്ചിന്ന് 1 കൂടെ കടന്നു വന്ന രീതിയിൽ 1' ഇത് പോയിന്റ് 1. ഇനി എന്ത് ചെയ്താൽ മതി, കിട്ടിയിരിക്കുന്ന പോയിന്റുകളെല്ലാം കണക്ട് ചെയ്തിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, എലിപ്സ് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക, പോയിന്റ് 1ക്ക് ലൈൻ വരയ്ക്കുക, പോയിന്റ് 2ലേക്ക് വരയ്ക്കുക, പോയിന്റ് 3ലേക്ക് വരയ്ക്കുക. പോയിന്റുകളെല്ലാം കണക്ട് ചെയ്ത് വരയ്ക്കുക എന്നുള്ളതാണ്. ആ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന പോയിന്റുകൾ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഞ്ച് കർവ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. കർവ് ചെയ്തിട്ടാണ് വരയ്ക്കേണ്ടത്. ഇവിടെ വരയ്ക്കുന്ന ഈ ലൈൻ മാത്രമാണ് തിക്കായിട്ട് വരയ്ക്കേണ്ടത്, ബാക്കിയെല്ലാം തിന്നായിട്ടാണ് വരയ്ക്കുക നമ്മൾ. ഇത്രയും കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ എലിപ്സ് കിട്ടിയിട്ടുണ്ട്. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, തന്നിട്ടുള്ള അളവുകൾ 100 mm 60 mm നമ്മൾ ഡയമെൻഷൻ ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ഇതേപോലെ 60 ഇവിടെ ഡയമെൻഷൻ ചെയ്യാം. അപ്പം നമ്മുടെ ഈ വീഡിയോ, ഈ റെക്ടാങ്കുലർ മെത്തേഡിൻ്റെ ഈ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ മെത്തേഡ്, റെക്ടാങ്കുലർ മെത്തേഡ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരും. എന്തെങ്കിലും ഈ റെക്ടാങ്കുലർ മെത്തേഡിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അതിൽ റിപ്ലൈ തരുന്നതായിരിക്കുള്ളൂ. താങ്ക് യു.